ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഓണമൊക്കെ വരുവാണ്. എല്ലാ പ്രാവശ്യത്തെയും ഓണം ആദ്യം കേൾക്കുമ്പോഴത്തേനും നമുക്ക് സദ്യയും പായസമൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ തവണത്തെയും ഓണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വേറൊരു പായസം എന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ബോട്ടിൽ കാർഡാണ് സംഭവം. നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. തടിയങ്കാന്ന് നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങൾ എന്താണ് ഇതിനെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് പീൽ ചെയ്ത് മുറിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിത് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരിത് വെച്ചിട്ട് ഇങ്ങനെ ചീകിയെടുത്താലും മതി. ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടും. അത് കഴിക്കുമ്പോഴത്തേനും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ നനവെല്ലാം മാറ്റിയെടുക്കണം. അതിനൊരു 2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ തുണിയിലോ നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു ചൊവയൊക്കെ മാറിക്കിട്ടും നല്ലപോലെ. ഇങ്ങനൊരു ഐറ്റമാണോ നിങ്ങൾ പായസം വെക്കാൻ ഉപയോഗിച്ചതെന്ന് ഒരാൾ മനസ്സിൽ പോലും സങ്കല്പിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ബോട്ടിൽ കാർഡെന്ന് പറഞ്ഞാൽ. അത് വെച്ച് നമ്മളൊരു പായസം തയ്യാറാക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിച്ചോ ഇതാണ് ഇന്നത്തെ പായസം എന്ന്? ഇല്ലല്ലോ, അതാണ് വെറൈറ്റി നമ്മുടെ പായസത്തിൻ്റെ. അപ്പോൾ അതേ സാഗോ അല്ലെങ്കിൽ ചവ്വരി റെഡിയാക്കി വയ്ക്കുന്നുണ്ട് നമ്മളൊരു സൈഡിൽ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ശർക്കരപ്പാനിയാണ് ഉപയോഗിക്കുന്നത്. ശർക്കരപ്പാനി നമുക്ക് ആവശ്യാനുസരണം മധുരത്തിന് നമ്മൾ എത്രത്തോളമാണ് എടുക്കുന്നത് ആ എമൗണ്ടിനനുസരിച്ച് നമുക്ക് മധുരത്തിൻ്റെ ഇത് നോക്കിയിട്ട്, ഒരുപാട് മധുരമൊന്നും വേണ്ടാത്തവരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കത് പാൻ ഏതാണെന്ന് വെച്ചാൽ ഉരുളിയോ പാനോ ഒക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് നെയ്യിൽ നമ്മൾ ആദ്യം നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വെറൈറ്റി ഐറ്റം നമ്മൾ ബോട്ടിൽ കാർഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ അങ്ങ് മാറിക്കിട്ടും. പച്ചമണം മാറി നല്ല ആ ഒരു നെയ്യിൽ കിടന്ന് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടെ. അതിലേക്ക് ആ ഒരു സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കുറുക്കിയെടുക്കേണ്ട, അതിന് ഒരുപാടങ്ങ് വറ്റിച്ച് കുറുക്കേണ്ട. ഒന്ന് തിള വരാൻ വേണ്ടി നിന്നാൽ മാത്രം മതി. നമുക്കിനി ഇതിൽ ഒരുപാട് ആൾക്കാരെ എടുത്തിടാനുണ്ട്. അവരൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഇതിലേക്ക് എടുത്ത് ചാടാനായിട്ട് പായസത്തിലേക്ക്. അപ്പോൾ അവരെ കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് ചവ്വരി നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയും കൂടി ചേർത്ത് നമ്മുടെ ടേസ്റ്റിങ് ഇൻഗ്രീഡിയൻ്റായ മിൽക്ക് മെയ്ഡ് അല്ലേ, ഇത് കട്ട് കുടിക്കാനേ ആളുള്ളൂ. എവിടെ മേടിച്ച് വെച്ചെന്നാലും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. വളരെ സിമ്പിളല്ലേ ഐറ്റം. നമ്മുടെ നട്ട്സ് നേരത്തെ റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്താൽ അടിപൊളി ഒരു വെജിറ്റബിൾ പായസം എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഓണത്തിന് എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും ആൾക്കാരല്ല അതിൽ മുങ്ങിത്താണ് പോയി, ചീറ്റിപ്പോയി. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാർണിഷൊക്കെ നോക്കി. അവസാനം ഞാൻ കപ്പലണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നട്ട്സൊക്കെ മാറ്റി അതിൽ മുങ്ങിത്താണ് പോയവരവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കപ്പലണ്ടി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും വേണം. ഓക്കെ.